ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിയാന മോളുടെ ചോറൂണിൻ്റെ അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അതായത് ഇവമോളെ നമ്മൾ എല്ലാ വീഡിയോയിലും ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. വിയാന മോളിതാ ഇപ്പം വന്നിട്ട് 6 മന്തായി. നമ്മുടെ സെക്കൻഡ് ബേബി, അതായത് വിയാന പ്രിയേഷ് എന്നാണ് ഫുൾ നെയിം. അപ്പം നമ്മൾ വിയാന പ്രിയേഷ് എന്ന് ഇടാൻ കാരണം ഇവാന പ്രിയേഷ് എന്നാണല്ലോ മൂത്താളെ പേര്. അപ്പം അതിന് മാച്ചായിട്ടൊരു പേര്. അപ്പം ഈ 2 പേര് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് ഇവാന പ്രിയേഷ് ആൻഡ് വിയാന പ്രിയേഷ്. പിന്നെ ഇതാ ഞാൻ ചോറൂണിന് വേണ്ടിയിട്ട് കുറച്ച് ചോറ് വേവിച്ചെടുത്തിട്ട് പിന്നെ അത് കുറച്ച് പായസം പോലെ ആക്കിയിട്ട് അതും എടുത്തിട്ടുണ്ട്. കാരണം അമ്പലത്തിൽ ഇതൊന്നും കിട്ടുമെന്ന് അറിയില്ല. കാരണം നമ്മളിപ്പോൾ അബുദാബിയാണുള്ളത്. അതുകൊണ്ട് അബുദാബി അമ്പലത്തിൽ വെച്ചാണ് ചോറൂണ് ചടങ്ങ് നടത്തുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കേരള സ്റ്റൈലിൽ നമ്മുടേതായ രീതിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വീട്ടിൽ നിന്ന് തന്നെ പായസമൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഇവിടെ വന്നാൽ എന്താണ് കൊടുക്കുക അതെനിക്ക് അറിയില്ല കേട്ടോ. അപ്പം നമ്മളെന്തായാലും ഇവിടെ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഉള്ളിലേക്ക് കയറാൻ എയർപോർട്ടിൽ ഉള്ള ചെക്കിങ്ങിനേക്കാളും കൂടുതൽ ചെക്കിങ്ങാണ് കേട്ടോ. എൻ്റെ ബാഗിൽ ഒരു കുട വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല വെയിലായിരിക്കുമല്ലോ, ബേബീനെ വെയിൽ കൊള്ളിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് എന്തോ അത് എനിക്ക് പണിയായി എന്ന് തന്നെ പറയാം. കാരണം ഓൾറെഡി ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ കയ്യിൽ കുട, അങ്ങനെ കുട ഓൾറെഡി ഇവിടുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെക്കിങ്ങിൻ്റെ അവിടുന്ന് ബാഗിൽ കുട വെക്കാൻ പാടില്ല. തിരിച്ച് ഇത്രയും ക്യൂ നിന്ന് അകത്ത് വന്നപ്പോൾ അത് തിരിച്ച് കാറിൽ തന്നെ കൊണ്ടുവെക്കണം. ഇവിടെ അകത്തേക്ക് അലൗഡല്ല പറഞ്ഞു. എന്നാൽ അവിടെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനാണ് അതും പറ്റില്ല, കാറിൽ തന്നെ കൊണ്ടുവെക്കണം പറഞ്ഞു. അപ്പോൾ തിരിച്ചായിട്ടും പോയി കാറിലേക്കൊക്കെ കൊണ്ടുവച്ച് വന്നു. അപ്പം കുടേനെക്കുറിച്ച് പറഞ്ഞു തന്നല്ലേ, കുട നല്ല വെയിലാണ് ഇവിടെ. ഇപ്പോൾ അത്രയും 50 ഡിഗ്രിയോ അങ്ങനെ എന്തൊക്കെയോ അത്രയും വെയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട അവിടുന്ന് തന്നെ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അമ്പലത്തിലേക്ക് എത്തി നമ്മൾ. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് കയറി അവിടെ അമ്പലത്തിൽ തൊഴുകയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ചോറൂണിന് വേണ്ടി വേറെ തന്നെ ഒരു റൂമുണ്ട്, അവിടെ പിന്നെ പോവുകയാണ് ഉണ്ടായത്. അപ്പം ഇവിടുത്തെ ചടങ്ങുകളൊക്കെ വ്യത്യസ്തമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ നമ്മൾ ചെയ്യുന്ന രീതിയല്ല. കൂടുതലും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ഇവിടെ ഉള്ളത്. അപ്പം എന്തായാലും ചോറൂണിൻ്റെ സമയം ഏകദേശമായി 10 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം അമ്പലത്തിൻ്റെ ചുറ്റുപാടാണ് കേട്ടോ ഇത് കാണുന്നത്. നല്ല ഭംഗിയിൽ ഉള്ളൊരു അമ്പലമാണ്. നല്ല ഭംഗിയിലാണ് ഇവരിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ വെയിൽ കൊണ്ട് നമുക്ക് അവിടെയുള്ള വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് ഈ ചോറൂണിൻ്റെ ചടങ്ങൊക്കെ തുടങ്ങാറായി. സമയം ഒരു 10 മണിയപ്പോൾ ആയപ്പോൾ നമ്മളിതാ റൂമിലേക്ക് വന്നു. ഈ റൂമിൽ ചോറൂണ് കൊടുക്കുന്ന റൂമാണിത്. അപ്പം ഇവിടെ അവർ ചെയറൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ഇവിടെ കൂടുതലും. അപ്പോൾ നമുക്ക് നമ്മുടേതായ കേരള സ്റ്റൈൽ എന്ന് വെച്ചാൽ നമ്മുടേതായ ഒരു വിശ്വാസപ്രകാരം കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഇലയൊക്കെ വെച്ചിട്ട് ഇലയിലാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ അതുപോലെ സെറ്റ് ചെയ്ത് തന്നു. താഴെ ഇലയൊക്കെ വിരിച്ചു, അതിൽ ചോറും പായസമൊക്കെ ഇട്ടു. പിന്നെ അവർ ആപ്പിൾ ലഡു അതൊക്കെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചടങ്ങ് പോലെ ചെയ്തു. അപ്പം എന്തായാലും സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു കേട്ടോ അത്. കാരണം 6 മാസത്തിന് ശേഷം വിയാന മോൾ ആദ്യമായിട്ട് ചോറൂണ് ഒരു ചടങ്ങ് കഴിഞ്ഞു. അപ്പം എന്തായാലും ഹാപ്പിയാണ് ഈ ഒരു നിമിഷം. പിന്നെ ഇതാ അമ്പലത്തിൻ്റെ ഫുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അപ്പം അമ്പലം ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒന്നും വെയിൽ കൊണ്ട് എടുക്കാൻ പറ്റിയില്ല. കണ്ണടയൊക്കെ വെച്ച് നടക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. വിയാന മോൾ കണ്ണടയൊക്കെ കാണിക്കില്ലേ, കണ്ണട വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്രയും സമയം അവിടെ നടന്നത്. കാരണം വെയിലിൻ്റെ ഉദിപ്പ് കൊണ്ട് നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് വിശേഷം. പിന്നെ ഇവിടെ എല്ലാവരും കുടയൊക്കെ എടുത്ത് പോകുന്ന കൊണ്ടാ വിചാരിക്കും പെരുമഴയാണെന്നല്ലേ. പെരുമഴയല്ല, പെരും വെയിലാണ് ഗൈസ്, പെരും വെയിൽ. അത്രയും വെയിലാണ് ഇവിടെ. ഇപ്പം അബുദാബിയിൽ ഇപ്പോൾ എവിടെ പോയാലും ഇതാണ് അവസ്ഥ. അപ്പോൾ പിന്നെ ഈവനിങ് ആണ് എല്ലാവരും ഇവിടെ കൂടുതലും വരുന്നത്. കാരണം ആ സമയത്ത് വെയിലെല്ലാം കുറഞ്ഞ് നല്ല ഇതാണ്. പക്ഷേ നമ്മൾ ചോറൂണുള്ളത് കൊണ്ടാണ് രാവിലെ വന്നത്. പിന്നെ രാത്രി വരുന്നവർക്കാണെങ്കിൽ നല്ല ഈ അമ്പലത്തിൻ്റെ നൈറ്റ് വ്യൂ ഒക്കെ കാണാൻ അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഇതാ പ്രസാദം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഇതാ നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കവിടെ പിന്നെ ചോറൂണിൻ്റെ സമയത്ത് കയ്യിലെല്ലാവർക്കും ഇങ്ങനെ ഒരു ഇത് കെട്ടി തന്നിട്ടോ. എന്താണെന്ന് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പം അതാണ് കാണിച്ചത്. അങ്ങനെ ഇതാ കുടയൊക്കെ ചൂടി നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നു. പിന്നെ ഇതാ നല്ല ചെറുതായിട്ടൊരു കാറ്റുണ്ട് കേട്ടോ. അപ്പം ഇവമോക്കാണെങ്കിൽ കുട പിടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാലും അവൾക്ക് കുട സ്വന്തം അവൾക്ക് തന്നെ കുട ചൂടി പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കണ കളി കാണണോ. കുട പൊട്ടിക്കണ്ടേ?
അത്യാവശ്യം നല്ല വെയിറ്റുള്ള കുടയാണ്. അവൾക്കത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ കാറ്റും കൂടെ വരുമ്പം അവളും തന്നെ പാറിപ്പോവുകയാണ്. അപ്പോൾ അതെന്തായാലും അവിടെ നമ്മൾ പോന്നു. ഇപ്പോൾ നമ്മൾ അബുദാബി എത്തി കേട്ടോ. അബുദാബി സിറ്റിയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ NH47 എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അത്യാവശ്യം നല്ല ഹോട്ടലാണ്. അപ്പം അവിടെ നിന്നൊരു സദ്യയൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചു. കാരണം ചോറൂണായിട്ട് നമുക്ക് വീട്ടിൽ സദ്യ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. കാരണം 10-11 മണിയായി ചോറൂണ് കഴിയാം. പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് പെട്ടെന്നൊരു സദ്യ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് ഇപ്പം ബേബിനെ വെച്ച് ഒറ്റയ്ക്ക് നടക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഹോട്ടലിൽ നിന്നാണ് കേട്ടോ അന്നത്തെ ഫുഡ് കഴിച്ചത്. അങ്ങനെ ഇതാ ഇവമോള് വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ചു കേട്ടോ. കുടയൊക്കെ പിടിച്ച് തളർന്നു പോയിട്ടുണ്ട് അവൾ. അങ്ങനെ ഇതാ അവൾ സ്റ്റെപ്പൊക്കെ പിടിച്ച് കയറി. അങ്ങനെ ഹോട്ടലിലെത്തിയാൽ ആവേശമാണ്. വെറൈറ്റി ഫുഡൊക്കെ പരീക്ഷിക്കാൻ അവൾക്ക് ഇഷ്ടമാണ്. പിന്നെ എരിവില്ലാത്ത ഫുഡായിരിക്കണം കേട്ടോ, അതാണ് അവിടെ പ്രത്യേകത. എന്തായാലും നമ്മളിതാ ഹോട്ടലിലെത്തി. നല്ല ഹോട്ടലാണ് കേട്ടോ. അത്യാവശ്യം നല്ല സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇതാ വിയാന മോള് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ കൂടെ ഇങ്ങനെ ഹോട്ടലിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കാനിരിക്കുന്നത്. എന്തായാലും ചോറൂണ് കഴിഞ്ഞല്ലോ. അങ്ങനെ ഒരു ചടങ്ങിന് കൊടുക്കാനൊന്നും ഒക്കെ ആയിട്ടില്ല. ചോറൊക്കെ കൊടുക്കാൻ നമ്മൾ കുറച്ചുകൂടെ ആകുമല്ലോ. ഇപ്പോൾ കുറുക്കൊക്കെ അല്ലേ സ്റ്റാർട്ട് ചെയ്യും. എന്നാലും നമ്മുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് ഇലയൊക്കെ പിടിച്ച് വലിക്കാനൊക്കെ അവൾക്കൊരു രസമായിരുന്നു. അപ്പോൾ ഇതാ ഏട്ടനും എത്തിയിട്ടുണ്ട്. ഏട്ടൻ മുണ്ടൊക്കെ മാറ്റി വന്നു കേട്ടോ. കാരണം മുണ്ടെടുത്തിട്ടാണല്ലോ അമ്പലത്തിൽ പോയത്. അപ്പോൾ ഇതാ എന്താണ് വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിയാന മോളെ അവിടെ നിന്ന് ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട്. അപ്പം ബേബി നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സദ്യേൻ്റെ ഓരോ ഐറ്റംസും അവർ നമുക്ക് ഇലയിലേക്ക് വിളമ്പി തുടങ്ങി. പച്ചടി, പിന്നെന്താ അച്ചാർ, പുളിയിഞ്ചി അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ 2 കുട്ടി ദോശ വെച്ചിട്ടുണ്ട്. അത് എന്താണ് ഞാൻ കഴിച്ചില്ല. ഇവമോളാട്ടോ അത് കഴിച്ചത്. എന്താ അറിയില്ല, അങ്ങനെ ഞാൻ ഇതുവരെ എവിടെയും കഴിച്ചില്ല. അതിന് ശേഷമാണ് ഈ ഓരോ ഐറ്റംസും സദ്യയിലെ ഐറ്റംസൊക്കെ വിളമ്പി. ചോറ് വിളമ്പി, പപ്പടം, ഉപ്പേരി എല്ലാം ഉണ്ട്. അപ്പം വിയാനമോൾ അത് കൈയിട്ട് വരാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇതാ സാമ്പാർ, എല്ലാ ഐറ്റംസും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള നല്ല ഫുഡായിരുന്നു. പിന്നെ അത് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം അടുത്ത ടേബിളിൽ ഒരു സംഭവം ഉണ്ടായിട്ടോ. അതൊന്ന് കണ്ടിട്ട് വരാം. എന്താ സാധനം ചോദിച്ചാൽ കേട്ടോ. അപ്പം അതാണ് കേട്ടോ അവിടെ ഉണ്ടായ സംഭവം. ഒന്നുമില്ല, അവർ ടേബിളിൽ വെച്ചെന്തോ അടിച്ച് പൊട്ടിക്കുന്ന കണ്ടു. എന്താണ് ഞങ്ങളൊക്കെ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരുന്നത്. സംഭവം ഒന്നുമില്ല കേട്ടോ. പച്ചമാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ട് നമ്മൾ അടിച്ച് പൊട്ടിക്കില്ലേ പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ. ഇതൊക്കെ നമ്മൾ എത്ര പൊട്ടിച്ചതാ. അവർ പക്ഷേ ഹോട്ടലിൽ ടേബിളിലിരുന്ന് അങ്ങ് പൊട്ടിച്ചപ്പം എല്ലാവരുടെയും കണ്ണ് അങ്ങോട്ടായി. എന്താണ് പൊട്ടിക്കുന്നതെന്ന് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരുന്നു. അപ്പം അതായിരുന്നു സംഭവം. പിന്നെ ഒന്ന് പറയാൻ വയ്യ, ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ബോളിയും പായസവും. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. തിരുവനന്തപുരം സ്റ്റൈലാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇതാ അടിപൊളി സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ചോറൂണിൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.